ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തന്നെയല്ല, ഏത് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവണം. അതാണ് അവർക്കത് ചെയ്യാനുള്ളൊരു ഊർജം കൊടുക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം തോന്നുന്നത്. എന്നാൽ പലപ്പോഴും അത് സാധിക്കാറില്ല. ഇപ്പം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലൈഫ് ആസ്വദിക്കുന്ന രീതിക്കും അതിൻ്റെ ആറ്റിറ്റ്യൂഡിനും വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ചും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് മധ്യവയസ്സിലുള്ള പങ്കാളിയുടെ കാമത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രായം കൂടുന്തോറും വിചാരങ്ങളിൽ ഒരു മച്യൂരിറ്റി ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും ഒരു വ്യക്തി പ്രാധാന്യം കൊടുക്കുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് പ്രായമാണെങ്കിലും ആ കാലഘട്ടത്തെ കളർഫുള്ളാക്കുന്ന അല്ലെങ്കിൽ റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രായത്തിലുള്ള ആൻറ്റിമാരെ സംബന്ധിച്ച് അവരുടെ ശാരീരിക മാനസിക സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. ഈ സമയത്ത് ശക്തമായിട്ടുള്ളൊരു ലൈംഗിക ഊർജ്ജം വരാനുള്ള പോസിബിലിറ്റി പലർക്കും ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. മാത്രമല്ല, ബ്രെയിനിൽ നടക്കുന്ന ചില കെമിക്കൽസിൻ്റെ പ്രവർത്തനം. ഇതിനകത്ത് കുറേ വർഷങ്ങൾ അവർ കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം അവരുടെ പങ്കാളിയോടുള്ള ആറ്റിറ്റ്യൂഡിന് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കേണ്ടതും അവരാഗ്രഹിച്ചതൊക്കെ നടക്കേണ്ടതും എപ്പോഴാണെന്നറിയാമോ? മധ്യവയസ്സിലെ യൗവനത്തിലാണ്. അതിനുവേണ്ടി നല്ല ആരോഗ്യം വേണം, അത്യാവശ്യം സാമ്പത്തികം വേണം, ഫ്രീഡം വേണം, അതുപോലെ അവരുടെ വിചാരങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. ചിലരെ സംബന്ധിച്ച് ഇവിടെ കാമത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ പങ്കാളിയും കൂടെ താമസിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് പങ്കാളിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായില്ലെങ്കിൽ ചിലർക്കതൊരു നിരാശ തോന്നും. ഇതിനു മുമ്പുള്ള പല സ്റ്റേജുകൾ നോക്കുവാണെങ്കിലും അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറേ ഊർജ്ജവും സമയവും ആ വഴിക്ക് പോകുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം, ആകർഷണം, സാമ്പത്തികം, ലൈംഗികത, അതുപോലെ തന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഈ 5 കാര്യങ്ങളുമായിട്ടും വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മിക്ക കാര്യങ്ങളും സ്വയം ചെയ്യുന്നതിനകത്ത് പല പരിമിതികളുമുണ്ട്. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. വിരലുകൾ ഉപയോഗിക്കാമെങ്കിലും ആ സമയത്തുള്ള സ്പർശനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും സ്നേഹമുള്ളവരുടെ. അതുപോലെ ഇവരെ സംബന്ധിച്ച് മെനപ്പോസിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഈസ്ട്രജൻ്റെ അളവ് കുറച്ച് കുറയാമെങ്കിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് അത്രയും കുറയുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗികതയോട് തീക്ഷ്ണമായ ഒരു അഭിനിവേശം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുപോലെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിപ്പിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്ററോണാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോർമോൺ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ളൊരു തൻ്റെ ഇടം അവർക്ക് കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെയൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നാണം, ചമ്മൽ, വിധേയത്വം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് പുരുഷൻ എന്താണ് വേണ്ടത്, പുരുഷൻ്റെ ലൈംഗികത എന്താണ്, ഇതൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഫിസിക്കലി ആണെങ്കിലും പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇതിനോടുള്ള ആഗ്രഹം കുറച്ച് കൂടുതലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ചിന്തകളും ഹോർമോണുകളുമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു മെത്തേഡിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് സ്വയം പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ മെത്തേഡിൽ നിന്നും ഡോഗിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് വരുമ്പോൾ അവരുടെ ഇതിനോടുള്ള താല്പര്യം ഇൻഡയറക്റ്റായിട്ട് അറിയിക്കുന്നുണ്ട്. തന്നെയല്ല, ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യം ഇവർ തന്നെ മുൻകൈയെടുത്ത് സൃഷ്ടിക്കുന്നുണ്ട്, ഇനി പങ്കാളിയാണെങ്കിൽ പോലും. എനിക്ക് തോന്നുന്നു ഇവിടെയും പൂർണ്ണമായിട്ടുള്ള ആ ഒരു സംതൃപ്തി വരുന്നത് ക്രിസരിയിലുള്ള ക്രിയകൾ വഴിയാണ്. ഇപ്പം സ്വയമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ചില രീതികൾ കാണും. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം ശരീരം ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഡൊപ്പാമൈൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് അതിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹാബിറ്റ് ഒരു വലിയ ഘടകമാണ്.
ചുരുക്കി പറഞ്ഞാൽ ഇനി ഏത് സ്റ്റേജ് ആണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സും പിന്നെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ചില കെമിക്കൽസുമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.